എന്റെ ഭർത്താവ് ഒരു ഉയർന്ന ഗവൺമെന്റ് ഓഫീസർ ആയിരുന്നു. അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി മേടിക്കാവുന്ന ഒരു തസ്തികയായിരുന്നു. ആ തസ്തികയുടെ പേര് ഞാൻ മറന്നുപോയി. എന്നിട്ട് പറഞ്ഞു ഈ ഭർത്താവും അദ്ദേഹത്തിന് അതേ തസ്തികയിലുള്ള മറ്റു കൂട്ടുകാരുമുണ്ട്. അപ്പോൾ മറ്റു കൂട്ടുകാരൊക്കെ കൈക്കൂലി മേടിക്കും. എന്ത് കൈക്കൂലി മേടിക്കും? ഓരോ വർക്ക് കഴിയുമ്പോഴും ലക്ഷക്കണക്കിന് രൂപ ഈ ഭർത്താവിന്റെ കൂട്ടുകാരെ കൈക്കൂലി മേടിക്കുമായിരുന്നു. അവർക്കെന്താണ് ഇഷ്ടം പോലെ കാറുകള്, ആഗ്രഹിച്ച ആഭരണങ്ങള്, വീടെന്താണ് സമ്പൽ സമൃദ്ധി കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഈ ഭാര്യ, ഈ അമ്മച്ചി അന്ന് ചെറുപ്പക്കാരിയായിരുന്നു. ഈ അമ്മച്ചി തന്റെ ഭർത്താവിനോട് പറഞ്ഞു, അവരൊക്കെ കണ്ടോ എത്ര ഭംഗിയായിട്ടാണ് ജീവിക്കുന്നത്, അവർക്കൊക്കെ ഇഷ്ടം പോലെ കാറുകളുണ്ട്, ഇഷ്ടം പോലെ സമ്പത്തുകളുണ്ട്, പക്ഷെ നമുക്കൊന്നുമില്ല. നിങ്ങൾക്കും അവരെ പോലെ കൈക്കൂലി മേടിച്ചുകൂടിയോ? നിങ്ങൾക്കും അവരെ പോലെ ഇങ്ങനെ കൈക്കൂലി മേടിച്ചാൽ നമുക്കും സമ്പത്തോടു കൂടെ ജീവിക്കത്തില്ലയോ എന്ന് ഞാൻ എന്റെ ഭർത്താവിനോട് ചോദിച്ചിരുന്നു. എന്നാൽ എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, അടി, നമുക്ക് ദൈവം ഒരു കൂലി തരുന്നുണ്ട്. എന്റെ ജോലിയുടെ, എന്റെ അധ്വാനത്തിന്റെ ഫലം ദൈവമാണ് തരുന്നത്. നമുക്ക് അതിനപ്പുറം ഒരു പൈസ പോലും വേണ്ട. ഇതുള്ളത് കൊണ്ട് ഇത് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രൂപ പോലും കൈക്കൂലി മേടിക്കാത്ത ഈ ഭർത്താവ് അവരെന്താണ് പെൻഷൻ പറ്റി ഇപ്പോഴെന്താണ് തന്റെ 3 ആൺമക്കളും മനോഹരമായിരിക്കുന്ന ജീവിതം നയിക്കുകയാണ്. ആ ആൺമക്കൾക്ക് ആർക്കും മദ്യപാനമില്ല, അവർക്കാർക്കും കുടുംബ തകർച്ചകളില്ല. അവരും അവരുടെ കുഞ്ഞുങ്ങളും സമാധാനത്തോടെ സമ്പന്നന്മാരുടെ കോളനി ആയിരിക്കുന്ന അശോക നഗറില് ജീവിക്കുന്നു, ഡൽഹിയില്. അപ്പോൾ എന്നിട്ട് ഈ അമ്മച്ചി പറഞ്ഞൊരു സാക്ഷ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. അന്ന് കൈക്കൂലി മേടിച്ച് തിന്നും കുടിച്ച് മദ്യപിച്ചും ആ കൈക്കൂലി മേടിച്ചത് ഇഷ്ടം പോലെ പണവും കാറും മേടിച്ചവരുടെ മക്കളെല്ലാം മുടിഞ്ഞു പോയി എന്ന് അമ്മച്ചി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതൊരു മർമ്മമാണ്. ദൈവം നമ്മുടെ കൂലി തരുന്നുണ്ട്. കൈക്കൂലി മേടിക്കുക, അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളവരെ ബലാത്കാരം ചെയ്യുക, മറ്റുള്ളവരെ കവർന്ന് പണം ഉണ്ടാക്കുക, അതിന്റെ എല്ലാം അവസാനം നമ്മുടെ കുഞ്ഞുങ്ങളുടെ സർവ്വനാശമാണ് പ്രിയപ്പെട്ടവരെ.